സോഷ്യൽ മീഡിയ താരങ്ങളുടെ ഒരു കാലഘട്ടമാണിത്. താരങ്ങളെക്കാൾ ജനശ്രദ്ധ ലഭിക്കുന്നവരായി ഇൻഫ്ലുവൻസ് മാറിക്കഴിഞ്ഞു. ചില സിനിമാ മേഖലയിലേക്കുള്ള ചവിട്ടുപടിയായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കാണുന്നു. എന്നാൽ ചിലർക്ക് സിനിമാ ലോകത്ത് ലഭിക്കുന്നതിനേക്കാൾ ജനപ്രീതി സോഷ്യൽ മീഡിയയുടെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഇൻഫ്ലുവൻസിൻ്റെ കുടുംബമാണ് കൃഷ്ണകുമാർ ഫാമിലി അറിയപ്പെടുന്നത്. ഇവർക്ക് ലഭിക്കുന്ന ജനപിന്തുണയും പലരെയും അമ്പരപ്പിക്കുന്നതാണ്. താരകുടുംബത്തിലെ മിക്ക ബ്ലോഗിലും യൂട്യൂബിൽ ട്രെൻഡിങ്ങുമാണ്. അഹാന കൃഷ്ണ, ദിയ കൃഷ്ണ, ഇഷാനി കൃഷ്ണ, ഹൻസിയ കൃഷ്ണ, സിന്ധു കൃഷ്ണ എന്നീ 5 പേരുടെയും യൂട്യൂബിലെ താരങ്ങളുമാണ്. അഹാനയും ഇഷാനിയും ഹൻസികയുമെല്ലാം പല ബ്രാൻഡുമായി കൊളാബറേഷൻ ചെയ്യാറുമുണ്ട്. ഇവർ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ച് റെഡിറ്റിൽ വന്നിരിക്കുന്ന വാദം ആണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. മലയാളി ഇൻഫ്ലുവൻസർമാരുടെ പ്രതിഫലം എത്രയായിരുന്നു റെഡിറ്റിൽ വന്ന ചോദ്യം. മറുപടിയായി വന്ന കമൻറ്റുകളിൽ അഹാന, ദിയ, ഇഷാനി എന്നിവരെ പരാമർശിക്കുന്നുമുണ്ട്. ദിയ കൃഷ്ണ ഒരു പോസ്റ്റിന് 40,000 രൂപയും സ്റ്റോറിക്ക് 20,000, റീൽസിന് 1,00,000മാണ് വാങ്ങുന്നത്. ഇത് 2020 ഞങ്ങൾ ഒരു ബ്രാൻഡ് കൊലാബറേഷന് വേണ്ടി സമീപിച്ചപ്പോഴായിരുന്നു. ഇപ്പോൾ പ്രൊമോഷന് കൃഷ്ണകുമാർ ഫാമിലി 5,00,000 ഒക്കെ വാങ്ങുന്നത് എന്ന് കേട്ടു. ഒരാളുടെ കമന്റ് ഇങ്ങനെ: അഹാന കൃഷ്ണ 10,00,000മാണ് പ്രൊമോഷൻ റീലുകളൊക്കെ വാങ്ങുന്നതെന്നും വാദമുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിലെ വാദങ്ങൾക്കിപ്പുറം ഇതേക്കുറിച്ച് അഹാനയോ സഹോദരിമാരോ തുറന്നു സംസാരിച്ചിട്ടില്ല. എന്നാൽ വലിയ തുകയ്ക്ക് ഇവർക്ക് യൂട്യൂബിൽ നിന്ന് കൊലാബറേഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. കൂട്ടത്തിൽ ദിയ കൃഷ്ണന് ഏറ്റവും അധികം ധനിക എന്ന ചോദ്യം ആരാധകർക്കുമുണ്ട്. കാരണം ദിയയ്ക്ക് സോഷ്യൽ മീഡിയ വരുമാനത്തിന് പുറമെ ബിസിനസ്സുമുണ്ട്. ഓബൈ ഓസി എന്ന സ്ഥാപനമാണ് ദിയ നടത്തുന്നത്. ഈയടുത്ത് ഇവിടുത്തെ ജീവനക്കാരികൾ നടത്തിയത് 69 ലക്ഷം രൂപയുടെ തട്ടിപ്പാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ തന്നെ ദിയയുടെ ബിസിനസിൻ്റെ വ്യാപ്തി ഊഹിക്കാവുന്നതാണ്. സാധാരണക്കാരായ പലരുടെയും വാർഷിക വരുമാനം ഇവർക്ക് മിനിറ്റുകൾ മാത്രമല്ല റീലുകളും മറ്റും ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇന്നത്തെ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു കാലഘട്ടം കൃഷ്ണകുമാർ കുടുംബത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ അഹാന കൃഷ്ണ ഇതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയുണ്ടായി. അച്ഛൻ്റെ കരയിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്. ഉയർച്ചയേക്കാൾ കൂടുതൽ താഴ്ചയായിരുന്നു. എല്ലാം ഓപ്പണായി ചർച്ച ചെയ്യുന്നതിൽ നമ്മൾ കാണുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ അച്ഛൻ വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. ഓരോ മാസം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ആലോചിച്ചൊരു സമയമുണ്ട്. ഞാൻ സ്റ്റീൽ ഓഫ് ചെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് മാസത്തെ ലോൺ അടയ്ക്കുക, ഫീസ് അടയ്ക്കുക എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ഒരിക്കൽ അഹാന കൃഷ്ണ പറഞ്ഞത്.